ഫ്രണ്ട്സ്, ഞാൻ സജി ശ്രീനന്ദനം. ഞാൻ എൻ്റെ 4 വർഷത്തെ അഡീനിയം ചെടികളുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പിന്നെ എൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. മൊട്ടുണ്ട്. 2 മാസം മുമ്പ് പൂവിട്ടുണ്ടായിരുന്നു. ആ പൂവ് വിത്തായിട്ട് വന്നിട്ടുണ്ട്. ആ വിത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് എൻ്റെ ടെറസിന് മുകളിലുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ വന്നതാണ്. ഒരു 700ഓളം ചെടികൾ എൻ്റെ കയ്യിലുണ്ട് 4 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ. ഇത് പിന്നെ കമ്പ് മുളച്ചൊരു ചെടിയാണ്. അതിൽ സിംഗിൾ പെറ്റൽ റെഡാണ്. നല്ലൊരു ചെടിയാണ്. സിംഗിൾ പെറ്റൽ റെഡാണ്. ഇത് എൻ്റെ ഫസ്റ്റ് എൻ്റെ ഗ്രാഫ്റ്റിംഗ് ഫുൾ സക്സസ് ആണ്. ഞാൻ 30ഓളം പീസ് ഗ്രാഫ്റ്റ് ചെയ്തതിൽ 25ഓളം പീസ് വിജയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 മാസം കൊണ്ട് പൂക്കളിടും. അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. പൂവിട്ട ഇത് തന്നെ വീഡിയോ കാണിക്കാം. ഇത് വിത്ത് മുളച്ച കുഞ്ഞി തൈകളാണ്. 1 മാസം പ്രായമുള്ള തൈകളാണ്. ഇത് കമ്പ് മുളച്ച ഒരു സിംഗിൾ പെറ്റൽ റെഡാണ്. അത്ര ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് ചെടികൾ കയ്യിലുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് മൊത്തം കാണിക്കാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ കൊണ്ടുവന്നതാണ്. ഡിസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന, അതായത് മരുഭൂമിയിലെ റോസ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം അധികം വേണ്ട. വെള്ളം കൂടുതലായി അഴുകിപ്പോകുന്നൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അത് ജൈവവളങ്ങൾ കൂടുതൽ കൊടുക്കാതെ സൂക്ഷിച്ചാൽ വളർന്നു പോകുന്ന ചെടിയാണ്. പിന്നെ വേറെന്താ പറയുകയെന്ന് വെച്ചാൽ, വേനൽക്കാലമാണ് ഈ ചെടികൾ കൂടുതൽ പൂക്കളിടുക. കടലാസ് പൂ നമ്മുടെ ബോഗൺവില്ലയുടെ ഏതാണ്ട് ഒരു സ്വഭാവമുള്ള ഒരു ചെടിയാണ്. ചൂട് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. വെള്ളം ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച നമ്മൾ വീട്ടിലില്ലെങ്കിലും ഈ ചെടി ഒരിക്കലും നശിച്ചു പോകില്ല. നമ്മളൊരു മുളക് തൈ കുഴിച്ചിട്ടാണെങ്കിൽ അത് 3 ദിവസം നനച്ചില്ലെങ്കിൽ 2 ദിവസം നനച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകും. ഈ ചെടിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഈ ചെടിയെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയല്ല, ഇഷ്ടപ്പെടുന്നതിൽ ഒരു കാരണം കൂടി അതാണ്. അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അഡീനിയം ചെടികളെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവരും പിന്നെ ചെടിയെ സ്നേഹിക്കുന്നവരും എൻ്റെ കൂടെ കൂടുക. ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിൽ ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട്. ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഒരുപാട് സാധനം ചെയ്യാനുണ്ട്. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളുടെ പൂക്കൾ വരെ നിങ്ങളെ കാണിക്കും. പിന്നെ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.